ഹായ് സ്റ്റുഡൻസ്, ഐഗേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രി +1 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് അവസാന സമയമാണ്, എല്ലാവർക്കും അറിയാം. സോ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, കെമിസ്ട്രിയുടെ ബേസിക് കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററാണ്. അത്ര പ്രയാസങ്ങളൊന്നും പൊതുവെ ഉണ്ടാവുകയില്ല, കാരണം ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ആണ്. നന്നായിട്ട് പ്രോബ്ലംസ് ഫോക്കസ് ചെയ്യണം. ആദ്യമായിട്ട് റിവിഷൻ അവസാന സമയമായതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിങ്ങൾ പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വായിക്കണം. നമ്മൾ സാധാരണ ക്ലാസ്സുകളിൽ പറയുന്നതാണ്, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് മാത്രമേ വായിച്ചു തുടങ്ങാവൂ. കാരണം അവസാനത്തെ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ലിമിറ്റിംഗ് റിയേജൻറ്റ്, ആ ഭാഗങ്ങൾ ലിമിറ്റിംഗ് റിയേജൻറ്റ്, മോൾ കോൺസെപ്റ്റ്, ദെൻ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, റിലേഷൻഷിപ്പ്, മൊളാരിറ്റി, കോൺസെൻട്രേഷൻ, എക്സ്പ്രഷൻ, അങ്ങനത്തെ ആ ഒരു അവസാനത്തെ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാനും സാധ്യത. പിന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സൊക്കെ ക്വസ്റ്റ്യൻ സാധ്യത ഉണ്ട്. സെക്ഷൻ എയിലൊക്കെ ചെറിയ രീതിയിൽ ക്വസ്റ്റ്യൻ വരാനും സാധ്യത ഉണ്ട്. മെജോറിറ്റി ക്വസ്റ്റ്യൻസും അവസാന ഭാഗത്തു നിന്നാണ് വരിക. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വായിക്കുമ്പോൾ ആ രീതിയിലൊക്കെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അവസാനത്തെ സമയമാണ്, ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി പഠിച്ചാൽ +2 സൊല്യൂഷൻ പോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ എളുപ്പമാവും. അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന പല ചാപ്റ്റേഴ്സും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒക്കെ അടുക്കുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എളുപ്പമാവണമെങ്കിൽ ബേസിക് നന്നായിട്ട് ഐഡിയ ഉണ്ടാവണം. മോള് നിങ്ങൾക്കറിയാം, മോള് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മോൾ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വളരെ പ്രയാസപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ആദ്യം പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഏരിയ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഒരു മോൾ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോളിൽ ധാരാളം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, നന്നായി ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് ശേഷം വരുന്ന ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞ ആ ടോപ്പിക്ക്, ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ലിമിറ്റിംഗ് റിയേജൻറ്റ്. ദെൻ അതുപോലെ തന്നെ അവസാനത്തേക്ക് വരുന്ന ചില ടോപ്പിക്കായിട്ടുള്ള നമ്മുടെ പിന്നെ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, ആ ഒരു ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാൻ. ഇങ്ങനത്തെ ഒരു ബാക്കിൽ നിന്നോട്ട് നിങ്ങളൊന്നും ആ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആദ്യം ഫോക്കസ് ചെയ്യുക, ആ ഒരു ടോപ്പിക്കിനെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആവാം. ഓക്കെ, സോ നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ഒരു സെക്ഷൻ എയിലെ നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന സെക്ഷൻ എയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കിടക്കുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്? ഓപ്ഷൻ നിങ്ങൾ തന്നത് പെട്ടെന്ന് നമുക്ക് ചെയ്യണം. 1 gram ലിഥിയം, ഓപ്ഷൻ ബി 1 gram ഗോൾഡ്, then option C 1 gram copper, and option D 1 gram helium. ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാം, മോൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1 gram ലിഥിയത്തിന്റെ മാസ് എല്ലാവർക്കും അറിയാം. ഏറ്റവും മാസ് കുറവുള്ള ആള്, അപ്പോൾ അത് ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ മോളിക്യൂൾസും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് 1 gram ലിഥിയം എന്ന് വെച്ചാൽ 1/, ലിഥിയത്തിന്റെ മാസ് എല്ലാവർക്കും അറിയാം. ലിഥിയത്തിന്റെ മാസ് 7 ആണ്, ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഉണ്ടാവും. ഗോൾഡിന്റെ മാസ് വളരെ കൂടുതലാണ്, എല്ലാവർക്കും അറിയാം. കോപ്പറിന്റെ മാസും കൂടുതലാണെന്ന് അറിയാം. ഹീലിയത്തിന്റെ മാസ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവാണ്, നിങ്ങൾക്കറിയാം. ഹീലിയത്തിന്റെ മാസ് 4 ആണല്ലോ. അപ്പോൾ ആസ് കമ്പയർഡ് ടു അതർ എലമെന്റ് ലിഥിയം, ഗോൾഡ്, കോപ്പർ, ഹീലിയം, സോ ദി ആറ്റോമിക് മാസ് ഓഫ് ലിഥിയം, as compared to lithium and helium, ഹീലിയത്തിനാണ് ഏറ്റവും മാസ് കുറവുള്ളത്, 4 ആണ്. അപ്പോൾ ഹീലിയത്തിനായിരിക്കും ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ടാവുക. ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ളതിന് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉണ്ടാവും. ഉറപ്പല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ടോട്ടൽ വാല്യൂ കൂടും, നമുക്കറിയാലോ. സോ ആ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് വേഗം ചെയ്യാം. ഇതിൻ്റെ വാല്യൂസ് ഒന്നും നോക്കണമെന്നില്ല, ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി. സെക്ഷൻ എ ശ്രദ്ധിക്കണം, കാരണം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഭാവിയിലൊക്കെ നിങ്ങൾ എൻട്രൻസ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങളത് ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുകയും വേണം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടുക്കുകയാണ്. ഇനി റിയാക്ഷൻ A+B2 gives AB2. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. A+B2 gives AB2. ഓക്കെ, in a reaction A+B2 gives AB2. Identify the limiting reagent. Question വരുന്ന ഏരിയ നോക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പറഞ്ഞിരുന്നു. Identify the limiting reagent
limiting reagent in the reaction mixture containing 5 mole of A. 5 mole of A ആണ് തന്നത്. Then 2.5 mole B. 5 mole Aയും 2.5 mole Bയും തമ്മിൽ റിയാക്ട് ചെയ്ത് AB2 എന്ന് പറഞ്ഞ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിലെ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണ് ചോദ്യം. ഇത് 1 മോൾ A ആണെങ്കിൽ 1 മോൾ B2 ആയിട്ട് റിയാക്ട് ചെയ്ത് 1 മോൾ AB2 ഉണ്ടാവുന്നുണ്ട്. 5 മോൾ ആണെങ്കിൽ 5 മോൾ B2 വേണമല്ലോ. 5 മോൾ ആണെങ്കിൽ 5 മോൾ B2 വേണമല്ലോ. സോ 2.5 ഉള്ളൂ. സോ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ലിമിറ്റ് ചെയ്യുന്ന ആള് ആരാണ്? ബി ആണ്, സംശയമില്ല. സോ B2 ബി എന്ന് പറഞ്ഞ മോളിക്യൂൾ B2 ആണ് എന്ത് ചെയ്യുന്നത്? റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും, ലിമിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്. നന്നായി ക്വസ്റ്റ്യൻ വരാറുണ്ട്. നല്ല ക്വസ്റ്റ്യൻ സെക്ഷൻ ഡിയിലൊക്കെ പ്രതീക്ഷിക്കാൻ പ്രോബ്ലം വരുന്നുണ്ട്. NCERT ആ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു നോക്കണം, ശ്രദ്ധിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി എംപിരിക്കൽ ഫോർമുല ഓഫ് C6H12O6. സിമ്പിൾ ക്വസ്റ്റ്യൻ, എല്ലാവർക്കും ഫെമിലിയർ ആണ്. C6H12O6 ഏരിയ നിങ്ങൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ കുറെ ടോപ്പിക് എടുത്തിട്ടൊന്നും കാര്യമില്ല. ക്വസ്റ്റ്യൻ ബേസ്ഡ് തിയറി പഠിക്കുക. ഓക്കെ, സോ C6H12O6 എംപിരിക്കൽ ഫോർമുല ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, എംപിരിക്കൽ ഫോർമുല ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, അതിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് എംപിരിക്കൽ ഫോർമുല. സിംപ്ലസ്റ്റ് ഫോം. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം ആകുമ്പോൾ C6 ആണെങ്കിൽ ഇതിന്റെ റേഷ്യോ നോക്കുമ്പോൾ ഹോൾ നമ്പർ റേഷ്യോ നോക്കാം. നമ്മൾ പറയുന്ന സിംപ്ലസ്റ്റ് റേഷ്യോ 1:2:1 ഉണ്ടാവും അല്ലേ. സോ C1H2O1 അല്ലേ. നന്നായിട്ട് ഒബ്ജക്റ്റീവില് ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഭാഗത്തൊക്കെ നിങ്ങൾ +2 ബയോമോളിക്യൂൾ വരുന്നുണ്ട്. ദി 14th ചാപ്റ്റർ അമൈൻസിന് ശേഷം വരുന്ന ചാപ്റ്ററിലൊക്കെ വരുന്നുണ്ട്. സോ ആവശ്യം ഉണ്ടാവും, നന്നായിട്ട് നോക്കുക. എംപിരിക്കൽ ഫോർമുല CH2O. നെക്സ്റ്റ് വൺ, എംപിരിക്കൽ ഫോർമുല എന്താണൊക്കെ അറിയാലോ അല്ലേ. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 mole of CH4. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ, the number of molecules in 1 mole of CH4. 1 mole CH4 എത്ര number of electrons? 1 mole CH4 എല്ലാവർക്കും അറിയാം. കാർബണിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? കാർബണിൽ ഇലക്ട്രോൺ 6 ആണ് അല്ലേ. ഹൈഡ്രജന് 1 ഉണ്ട്, 4 ഹൈഡ്രജന് 4. ഓക്കെ, സോ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 10 ഇലക്ട്രോൺസ്. 1 mole CH4 എന്നാ ചോദിച്ചത്. അപ്പൊ ടോട്ടൽ 1 mole CH4 എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 10 ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ അതല്ല, നമ്പർ ഓഫ് എന്താണ്? ഒരു മോൾ the total number of electrons in 1 mole of CH4 na. Okay, ഒരു മോൾ CH4 10 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ 10 ഇലക്ട്രോൺ ആണെങ്കിൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 10 അവഗാഡ്രോ നമ്പർ ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മോളിലാണെങ്കിൽ അവഗാഡ്രോ നമ്പറിൽ ഇലക്ട്രോൺസ് ഓർ ആറ്റംസ് ഉണ്ടാവും 1 മോൾ ആണെങ്കിൽ. അപ്പോൾ 10 ഇലക്ട്രോൺ ആണെങ്കിൽ അതിൽ എന്തുണ്ടാവും? 10 അവഗാഡ്രോ നമ്പർ ഇലക്ട്രോൺസ് ഉണ്ടാവും. ലോജിക്ക് വെച്ച് ചെയ്യാം. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലെ ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, ശ്രദ്ധിക്കാം. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് NaOH. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് NaOH റിക്വയർഡ് ടു മേക്ക് 500 ml ഓഫ് 0.5 മോളാർ aqueous സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് NaOH. NaOHന്റെ മാസ് ആണ്, മൊളാരിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മാസ് ഓഫ് NaOH എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ നമുക്ക് തന്നത്? given ആയിട്ട് required to make 500 ml അല്ലേ. 500 ml 0.5 മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര മാസ് വേണ്ടി വരുന്ന. അപ്പൊ എല്ലാവർക്കും അറിയാം, മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. വോളിയം ഓഫ് സൊല്യൂഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ടോ നോക്കാം. മൊളാരിറ്റി തന്നിട്ടുണ്ട് അല്ലേ. 0.5 മോളാർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കാൻ. NaOH നമുക്കറിയാം അല്ലേ. അപ്പോൾ NaOHന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് NV is equal to weight by molecular mass. എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ, വെയിറ്റ് ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. മോളിക്കുലാർ മാസ് നമുക്കറിയാം, NaOHന്റെ മാസ് മോളിക്കുലാർ മാസ് എത്രയാണ്. അപ്പൊ WB എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്ന WB എന്താണ്? വെയിറ്റ് വോളിയം നമ്മൾ തന്നിട്ടുണ്ട്, 500 ml ആണ് തന്നിട്ടുണ്ട്. അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പൊ NB ഇക്വേഷനിലൊക്കെ ആരും ഇങ്ങനെ ഡയറക്റ്റ് WB/MB പഠിക്കേണ്ട. ജസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതിന് ഡിറൈവ് ചെയ്താൽ മതി. × 1000 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ അതിന് ഡിറൈവ് ചെയ്താൽ മതി.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ NB നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, NB എത്ര നോക്കാം. NB ഇവിടെ എത്ര ഉള്ളത്? വെയിറ്റ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ വെയിറ്റ് എത്ര നമുക്ക് ഗിവൺ അല്ല, WB ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എല്ലാവർക്കും അറിയാം. NaOHന്റെ മാസ് 40 ആണ്, ഇൻറ്റു NaOHന്റെ മാസ് നോക്കിയാൽ മതി, അറിയാം. ദെൻ ഇൻറ്റു വോളിയം ഉണ്ട്, V/1000 ഉണ്ടാവുമ്പോൾ 1000 മുകളിൽ വരും, കാരണം ലിറ്ററിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 ബൈ വോളിയം ഇൻ ലിറ്റർ. ലിറ്ററിൽ എത്ര ഉണ്ടാവുക? 500 ml മീൻസ് 0.5 അല്ലേ, 0.5 ലിറ്റർ അല്ലെ 500 ml സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.5/1000 ഉണ്ടാവും. ഓക്കെ, മില്ലി ലിറ്ററിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ 500 എന്നാണ് വെയിറ്റ് വരിക, കാരണം ലിറ്ററിലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1000 ചെയ്തതും കൊണ്ട് 500 തന്നെ ചെയ്താൽ മതി. ഓക്കെ, അതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. WB കണ്ടുപിടിക്കുക, 0.5 ഇൻറ്റു ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക, എളുപ്പമാണ്, ശ്രദ്ധിച്ചാൽ മതി. മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം എത്ര മാസ് എന്നാണ്, പിന്നെ മാച്ച് ദ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് ഒന്ന് വായിക്കാം. 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം എല്ലാവർക്കും അറിയാം. അറ്റോമിക് മാസ് യൂണിറ്റും അല്ലേ, യൂണിഫൈഡ് മാസ് എന്നൊക്കെ പറഞ്ഞ് മാസിനെ കുറിച്ചൊക്കെ ആവറേജ് മാസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Then 6.022 into 10⁻23 atoms of hydrogen 1/12 mass of carbon 12. 1/12 mass of carbon 12 എന്ന് വെച്ചാൽ which is 1 mu atomic mass unit. ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ഉണ്ട്. Then 6.022 into 10⁻23 atoms of hydrogen which is 1 mole. എല്ലാവർക്കും അറിയുന്നതാണല്ലോ. Then 1 mole of hydrogen, 1 mole of hydrogen H2 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. 2 gram ആണ്, എല്ലാവർക്കും അറിയാം. സോ 2 gram. 22.4 ആണെങ്കിൽ അത് 1 mole ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ നേരെ ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം 0.1 mole ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ്. ഇല്ല, അങ്ങനെ ഇല്ല, ഓപ്ഷനിലില്ല, സോറി റൈറ്റ് സൈഡിലില്ല. അപ്പോൾ 2.24 O2 എന്ന് വെച്ചാൽ അതിൻ്റെ എത്ര ഗ്രാം ആണൊക്കെ ഓപ്ഷനിലുണ്ട്. അപ്പോൾ 2.24 എന്ന് വെച്ചാൽ അത് 0.1 mole ആണ്. 0.1 O2 എന്ന് വെച്ചാൽ ഒരു O2 എന്ന് വെച്ചാൽ 32 ആണ്. അപ്പോൾ 0.1 ആണെങ്കിൽ 3.2 gram. ഓക്കെ, അപ്പോൾ ലോജിക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഒരു പ്രോബ്ലം സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഒന്നാമത്തെ ചാപ്റ്ററായ ബേസിക് കോൺസെപ്റ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം, 5ാമത്തെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം ചാപ്റ്റേഴ്സിനൊക്കെ പ്രോബ്ലം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, ശ്രദ്ധിക്കണം. ഓക്കെ, മറ്റൊന്നും ചോദിക്കില്ല എന്നല്ല, കുറവായിരിക്കും, മെജോറിറ്റിയും ഈ ഭാഗത്ത് നിന്ന്. മെയിനായിട്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മൾ ബേസിക് കോൺസെപ്റ്റും ശ്രദ്ധിക്കുക, സാധ്യത കൂടുതൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ പോവാണ്, എൻ്റെ സമയം അവസാനത്തേക്ക് പോവാണ്, വേഗം നോക്കാം. Which one is better, molarity or molality, for determining the concentration of solution? Why? Molarity ആണോ നല്ല എന്നുള്ള ക്വസ്റ്റ്യൻ. Molarity means number of moles of solute divided by volume of solution in liter. Molality means number of moles of solute divided by weight of solvent in kilogram. അപ്പോൾ വോളിയം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റാ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ചേഞ്ച് ചെയ്യും, വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ മൊളാരിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ മൊളാരിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല എക്സ്പ്രഷൻ ആയിട്ട്, കോൺസെൻട്രേഷൻ എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആവുമോ, ആലോചിച്ച് നോക്കുക. ഇവിടെ വെയിറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണോ? സോ മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്, മൊളാരിറ്റി ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ മൊളാരിറ്റി ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ കാൽക്കുലേഷൻ. Molality. Next one, a solution is prepared by adding 4 gram of solute A to 32 gram of water. Calculate the mass percentage of the solute. Mass percentage അവസാന ഭാഗത്തേക്ക് വരുന്ന ആ മാസ് പെർസെൻറ്റേജ് ഇക്വേഷൻ ഒക്കെ എല്ലാവരും ഒരു പേപ്പറിലൊക്കെ മാറ്റി ചെയ്ത കേട്ടോ. ഓക്കെ, a solution is prepared by adding 4 gram of nitrogen, അല്ലേ? 4 gram of nitrogen, 4 gram of a solute A, എന്നേ പറഞ്ഞുള്ളൂ. 4 gram of A to 32 gram water. Calculate the mass percentage of solute. സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടേ, എ ആണല്ലോ സൊല്യൂട്ട് അല്ലേ? അപ്പോൾ മാസ് പെർസെൻറ്റേജ് വളരെ എളുപ്പമാണല്ലോ, മാസ് പെർസെൻറ്റേജ് അല്ലേ? മാസ് പെർസെൻറ്റേജ് മീൻസ് എത്രമാത്രം പെർസെൻറ്റേജ് ആ സൊല്യൂട്ട് ഉണ്ട്, ദാറ്റ് കമ്പോണന്റ് അല്ലേ? Mass of that component divided by total mass of the solution into 100. Simple equation. എല്ലാ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മൊളാരിറ്റി, മൊൾ ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ,
അല്ലേ, മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, പലതും ഉണ്ട്. നോർമാലിറ്റി, ഫോർമാലിറ്റി എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുക, ശ്രദ്ധിക്കാം. മാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ സൊല്യൂട്ടിൻ്റെ ചോദിച്ചത്. സോ 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 36 into 100 മാസ് പെർസെൻറ്റേജ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, 1 mole ഓഫ് ഹൈഡ്രജൻ അല്ലേ, ദെൻ 2.2414 ലിറ്റർ O2 അറ്റ് STP എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും 1/12 ഈ റൈറ്റ് സൈഡിൽ 2 gram 1 AMU 3.2 gram 1 mole 1.6 gram എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ എഴുതി തരാം. കാർബൺ 12.36%, ഹൈഡ്രജൻ 2.13%, ബ്രോമിൻ 85% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വന്നത് വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. വേപ്പർ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു വേപ്പർ ഡെൻസിറ്റി 94 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദി മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഈ ഭാഗം. നമ്മൾ തുടക്കത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, ക്ലാസ്സുകളിലൊക്കെ കേട്ട് ഓർമ്മ ഉണ്ടാവും. ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ പെർസെൻറ്റേജിനെ ഗ്രാമിലൊക്കെ എത്തുക അല്ലേ. ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം, പെർസെൻറ്റേജിനെ ഗ്രാമിലൊക്കെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ പെർസെൻറ്റേജിലെ ഗ്രാമിലൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ കാർബൺ അല്ലേ, കാർബൺ, ഹൈഡ്രജൻ, ബ്രോമിനാണ് 12.36 gram, ദെൻ 2.13, സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, 85 gram. അടുത്തത് എന്ത് ചെയ്യുക, മോളിലൊക്കെ കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ ആറ്റമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാവർക്കും അറിയാം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹൈഡ്രജൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദെൻ ബ്രോമിൻ്റെ മാസ് അപ്രോക്സിമേറ്റ്ലി 81. സോ ബ്രോമിൻ്റെ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. എല്ലാ മാസും തന്നിട്ടില്ല, ഓർമ്മയിൽ തന്നെ ഉണ്ടാവണം. ക്ലാസ് ടേബിൾ ഉണ്ടായത് കൊണ്ട് അതിൽ വെച്ച് ചെയ്താൽ മതി. അപ്പം നോക്കാം, മാസിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ കാർബൺ എത്രമാത്രം സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലൊക്കെ കൊണ്ടുവരണം. 12/2 അപ്രോക്സിമേറ്റ്ലി 1, 2.1/2.1 അപ്രോക്സിമേറ്റ്ലി 1. Then 85/1 നിയർലി 1.1. സോ നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിന് കോമൺ അല്ലേ, സിംപ്ലസ്റ്റ് നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. പെർസെൻ്റ് ഏറ്റവും സിംപ്ലസ്റ്റ് നമ്പർ മീൻസ് 1.1, 2.1, 1.1. 1.1 ആയിരിക്കും അല്ലേ. അപ്പോൾ 1.1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1.1/1.1, സോ 1. ദെൻ 2.1/1.1 നിയർലി അല്ലേ 1:2. 2.1/1 which means 2. Then 1.1/1.1 which is 1. 1:2:1 റേഷ്യോയിലാണ് കാർബൺ ഹൈഡ്രജൻ ബ്രോമിൻ. നെക്സ്റ്റ് നമുക്ക് വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. വേപ്പർ ഡെൻസിറ്റി 94 ആണ്. എംപിരിക്കൽ ഫോർമുല എഴുതണം. എംപിരിക്കൽ ഫോർമുല നമുക്ക് എഴുതാം C1H2Br. ഓക്കെ, അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസിൽ നിന്ന് നോക്കാം, മോളിക്കുലാർ ഫോർമുല ആയിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ വേപ്പർ ഡെൻസിറ്റി എല്ലാവർക്കും അറിയാം. മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 2 into വേപ്പർ ഡെൻസിറ്റി. ശരിയല്ലേ? അപ്പോൾ വേപ്പർ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 94 ആണ്. അപ്പം മോളാർ മാസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 2 into 94 which is 94 188 ഉണ്ടാവും അല്ലേ. 188 ഉണ്ടാവും മോളിക്കുലാർ മാസ്. എംപിരിക്കൽ ഫോർമുല മാസ് ആദ്യം നോക്കാം. എംപിരിക്കൽ ഫോർമുല മാസ് ഇതാണല്ലോ എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയുടെ മാസം നോക്കുക. കാർബണ് 12, ഹൈഡ്രജന് 12ഉം 2ഉം 14, ബ്രോമിന് 81 അല്ലേ. ടോട്ടൽ 95 ഉണ്ടാവും. 95 നിയർലി 94 ആക്കി എടുത്താൽ മതി. 95 ഉണ്ടാവും. 95 ആണെങ്കിൽ 188ഉം 95ഉം അല്ലേ, 94 2 into 94 ആണ് 188. അപ്പോൾ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് 2 കിട്ടും. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഫൈനൽ മോളിക്കുലാർ ഫോർമുലയുടെ ഇക്വേഷൻ. നമുക്കൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിന് ഓർഗാനിക് കോമ്പൗണ്ട് ധാരാളം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ശ്രദ്ധിക്കണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കൂടുതലായി കാണുന്നതാണ്. ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ആസ് എ ഫോളോയിങ് പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ. കാർബണിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്.
മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. മോളിക്കുലാർ മാസ് നമുക്ക് ചെയ്ത് കണ്ടുപിടിച്ചു 188 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് നമ്മളിപ്പോൾ ചെയ്തു 95 or 94 into the last which is empirical formula. Okay, so the value 2 into empirical formula. Empirical formula means CH2Br, so multiplying by 2, so C2H4Br2. This is the final molecular formula. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമാണ്. സെക്ഷൻ സിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ, ഡിയിൽ ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും സാധ്യത ഈ ഒരു ഏരിയയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമ്മുടെ ഡിസ്കഷൻ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ മെജോറിറ്റി ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ, ലോസ് പഠിക്കണം നിർബന്ധമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റീവ് പ്രൊപ്പോർഷൻ, ഗേ-ലൂസാക്സ് ലോ, ഡാൾട്ടൺസ് ലോ, ആ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ആ ലോസ് കംപ്ലീറ്റ് പഠിക്കുക. അതിനോടൊപ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി അവസാനത്തെ ഏരിയ കുറേയൊക്കെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.